ഇന്ന് നമുക്കൊരു വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ആയാലോ. ഒരു ട്രഡീഷണൽ ആയിട്ട് ഇനിയിപ്പോൾ കല്യാണമൊക്കെ അല്ലേ വരണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള മോയ്സ്ചറൈസർ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ മേടിച്ചത്. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ അത്. ഇതിങ്ങനത്തെ ഒരു തിക്ക് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഇച്ചിരി കൂടി ഒരു വെൽവെറ്റി ടെക്സ്ചർ ആയിരിക്കും എന്നായിരുന്നു. എന്തുകൊണ്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ വീഡിയോസിൽ കണ്ട പോലെ. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല കേട്ടോ, ഒരു ക്രീം കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ശരിക്കും ഒരു മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു കേട്ടോ ഇതിന്. നമ്മളിങ്ങനെ കല്യാണ വീട്ടിലോട്ട് കയറണ പോലത്തെ ഒരു മണമായിരുന്നു ഇത് ഇട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മോയ്സ്ചറൈസിങ് ആയിരുന്നു. പിന്നെ എനിക്ക് അത്ര വലിയ അടിപൊളിയായിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറിൻ്റേതായിട്ടുള്ളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അടുത്ത ഞാൻ ഇങ്ങനെ കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കളർ കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസിൽ എന്ത് ചെയ്യാൻ വേണ്ടി. ഇന്ന് പിന്നെ നമ്മളൊരു നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്ക്, ഭയങ്കര സിമ്പിൾ ആൻഡ് നോ ഫൗണ്ടേഷൻ ലുക്ക് ആട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ലുക്കാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ അത് വെച്ച് എൻ്റെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗങ്ങളിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, ഫുൾ മായ്ച്ച് കളയല്ല, ബ്ലെൻഡ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഈ ഒരു മേബിലിൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡർ, ഈ ഒരു പൗഡർ ആയിട്ട് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പൗഡറാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ഒരു നല്ല പൗഡർ നോക്കണമെങ്കിൽ ഇത് ഭയങ്കര ഫൈനായിട്ടുള്ള പൗഡർ വെച്ചിട്ട് ആദ്യമേ ആ ഒരു ഓറഞ്ച് കറക്റ്റർ ഇട്ടിട്ടുള്ളത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പോകത്തില്ല അടിയിലുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ ഈ കൺസീലർ ഇടുമ്പോഴേക്കും തമ്മിൽ എന്താ പറയുക കറക്റ്റ് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറമെ ഈ ഒരു കൺസീലർ ഇടാട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൺസീലറാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴേക്ക് ഫുൾ ഇതിൻ്റെ റിവ്യൂസ് ആയിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന ഷെയ്ഡ് എനിക്കൊരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ്, പക്ഷെ ഇങ്ങനെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല. പിന്നെ ഒരു ഇച്ചിരി ഒരു ഓറഞ്ച് കളർ, ഇച്ചിരി ഓറഞ്ചോ യെല്ലോ കളർ ഇത്തിരി കൂടുതലുള്ളതാട്ടോ. കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തറിയണില്ലേ. ഇത്തിരി കൂടി പെർഫെക്റ്റ് കളറിൽ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഇട്ടതിനെക്കാട്ടിലും നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളത് ഇട്ടാൽ ഇത്തിരി കൂടി നല്ല. പിന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പത്തിന് ഈ ഒരു സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മേക്കപ്പ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കണമല്ല. കുറേ പേര് ചോദിക്കാറുണ്ട് സെറ്റിംഗ് സ്പ്രേയും ഈ സ്പ്രേയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന്. സെറ്റിംഗ് സ്പ്രേ നമ്മൾ മേക്കപ്പ് അനങ്ങാണ്ടേ സെറ്റായിട്ടിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞത് ഇച്ചിരി ഹൈഡ്രേറ്റിംഗ് സ്പ്രേ. അത് നമുക്കിങ്ങനെ ഇൻ ബിറ്റ്വീൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാനൊരു ഹൈലൈറ്റിംഗ് ഷെയ്ഡും കൂടി എടുക്കുന്നുണ്ട്. കാരണം ഞാൻ എടുത്ത ഫൗണ്ടേഷൻ ഇച്ചിരി ഒരു ഡാർക്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാൾസിൻ്റെ കൺസീലറായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെറിയ മേക്കപ്പാണ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങളുടെ ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുണ്ടെങ്കിൽ അത് ഓക്സിഡൈസ് ആവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെയ്ഡിനേലും ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് സെൻറ്റർ പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇച്ചിരി മൊത്തത്തിൽ ഇത്തിരി കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൊത്തത്തിലൊരു ഇവൻ ആകാൻ വേണ്ടി ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ലല്ലോ. പിന്നെ ഞാൻ അകത്ത് ബ്ലൗസ് ആദ്യമേ ഇട്ടിട്ടാട്ട് ഇത് ചെയ്തത്. പക്ഷേ അത് ചെയ്യണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ നമുക്കിന്നൊരു കുട്ടി ഒരു ഐ മേക്കപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെ കണ്ണ് ഇങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്യണോണ്ട് ഞാൻ ഇങ്ങനെ കണ്ണിൻ്റെ ഔട്ടർ പോർഷനിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് വലുതാക്കി തോന്നിക്കണമെങ്കിൽ ഔട്ടർ പോർഷനിൽ അപ്ലൈ ചെയ്യുക. ഇതേപോലെ ഇങ്ങനത്തെ ഒരു വി കണ്ടോ, ആ ഒരു ഷേപ്പിൽ ചെയ്യുക. ഇത് ഓരോരുത്തരുടെ കണ്ണിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. നിങ്ങൾ കണ്ണിങ്ങനെ തുറക്കുമ്പോൾ കണ്ണ് എവിടെയാണോ തട്ടുന്നത് ആ ഒരു ക്രീസ് പോയിന്റിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഞാൻ പിന്നെ ഇന്നർ പോർഷനിലോട്ട് ആഡ് ചെയ്യണം. നിങ്ങൾ അകത്തോട്ട് ഇങ്ങനെ ഐഷാഡോ ഇടുവാണെങ്കിൽ കണ്ണ് ഇച്ചിരി കൂടെ ഒന്ന് കുഞ്ഞായി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യാണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കണ്ണിൽ അങ്ങനെ പ്രത്യേകമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഔട്ടർ കോർണറിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിടണേ. കണ്ടോ, അപ്പോൾ തന്നെ ഒരു ഇങ്ങനെ കണ്ണിച്ചിരി ഒരു വിടർന്നിട്ടുള്ള പോലത്തെ ഒരു ഫീൽ വരും. പിന്നെ ഞാനൊരു ശകല ഷിമർ എടുക്കണ്ടേ. നമ്മളൊരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ്, സത്യം പറഞ്ഞാൽ ഞാൻ വെഡിങ്ങിനൊന്നും പോകുമ്പോൾ ഇങ്ങനെ ഒരുങ്ങാറില്ല. എന്നാൽ നിങ്ങളിങ്ങനെ ഒരുങ്ങി നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇച്ചിരി ഷിമറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രസമുണ്ടോ. അപ്പോൾ ഒരു ഷിമർ സാധനം ഞാൻ അങ്ങനെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഇച്ചിരി മാത്രം വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ നോർമലി ഞാൻ അങ്ങനെ വെക്കാറില്ല. ഗ്ലിറ്റേഴ്സൊക്കെ നിങ്ങളുടെ കണ്ണിങ്ങനെ കുഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി കുഞ്ഞാക്കും ഗ്ലിറ്റർ ഇട്ട്. അപ്പോൾ ഞാൻ അത് ഭയങ്കര ചെറിയൊരു ഗ്ലിറ്റർ ഉള്ളൊരു സാധനം, അതും ലൈറ്റ് ഷെയ്ഡായിട്ട് ഇടുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ഓപ്പൺ ആവും. ഡാർക്ക് ഷെയ്ഡാകുമ്പോൾ ഇത്തിരി കൂടി കുഞ്ഞായി പോണ പോലെ ഫീൽ ചെയ്യും. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഐ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കണ്ണ് ഇച്ചിരി കുഞ്ഞായി പോണ പോലെ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് അതിനകത്തുള്ള ആ ഒരു ബ്ലാക്ക് കളറിൽ ആ ഷെയ്ഡ് എടുത്ത് ഒന്ന് ഐലൈനർ ഇങ്ങനെ വിങ് ചെയ്തിട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ വെളിയിലോട്ട് ഐഷാഡോ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഒരു നാച്ചുറൽ ഷാഡോ ആയിരിക്കും. മറ്റേ ബ്ലാക്ക് ഐലൈനറൊക്കെ ആകുമ്പോൾ നല്ല ഷാർപ്പായിട്ട് ഇങ്ങനെ നല്ല എടുത്തിക്കും. ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മുടെ കണ്ണുമായിട്ട് ബ്ലെൻഡായി കണ്ണ് തന്നെയാണെന്നുള്ളൊരു ഒരു ഇല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, ആ മറ്റേ ബ്രഷ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എപ്പോഴും മസ്കാര അപ്ലൈ ചെയ്തതിന് ശേഷമാണ് മറ്റേ എന്താണ് കേളർ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് നമ്മുടെ ഐ ലാഷസിന് നല്ല നമുക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ കേൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഇങ്ങനെ നമ്മൾ ഫേക്ക് ലാഷസ് വച്ചിരിക്കണത് പോലെ തോന്നും. നമ്മൾ എന്താണ് കേൾ ചെയ്തിട്ട് മസ്കാര ഇടുന്നതും മസ്കാര ഇട്ടിട്ട് കേൾ ചെയ്യുന്നതും ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. പിന്നെ നിങ്ങൾ മസ്കാര ഇടുമ്പോൾ
അടിയിലും കൂടി ഇട്ടിടണം കേട്ടോ. വെച്ചാൽ അടിയിലുള്ള ലാഷസിലും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി കണ്ണ് ഭയങ്കര രസമാവും. എപ്പോഴും എനിക്കങ്ങനെ തോന്നുന്നു, നമ്മൾ വേറെ ഒരു മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിലും മസ്കാര ഇട്ടുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിങ്ങനെ ഒന്ന് വിടരും. ഒരു മസ്കാര ലിപ് ബാം ഉണ്ടെങ്കിൽ തന്നെ മൊത്തത്തിൽ നമ്മളൊരു സെറ്റായിട്ടുള്ള പോലത്തെ ഒരു ഫീൽ വരും. പിന്നെ ഞാൻ സെയിം ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഐബ്രോസും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എവിടേക്കാണോ ആവശ്യമുള്ളത് വെച്ചാൽ ആ ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നിങ്ങൾ ഹൈ പോയിൻറ്റ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ ഐബ്രോസ് നല്ല ഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ ബ്രൈഡൽ ഐബ്രോസ് ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ഫീൽ വരും. കണ്ടാൽ മൊത്തത്തിലൊരു ഫില്ലായിട്ടുള്ള പോലെ തോന്നണില്ലേ. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ ഈ ഹൈഡ്രേറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് ഒന്നും കൂടി ഇൻറ്റൻസ് ആക്കും കേട്ടോ കണ്ണ്. ഇത് നിങ്ങൾക്ക് ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് ചെയ്യുന്നത് നല്ലത്. നിങ്ങളൊരു കല്യാണത്തിന് വേണമെങ്കിൽ കല്യാണത്തിൽ അവിടെ എത്തി കാറിലിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്രഷ് ലുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ അതിൻ്റെ മേലെക്കൂടെ നിങ്ങളിപ്പോൾ ബ്ലഷ് ഇടുകയാണെങ്കിലോ ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആണെങ്കിലോ ഒക്കെ ഒന്ന് റീടച്ച് ചെയ്യുവാണെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്തങ്ങ് പോകും, അവിടെ എത്തുമ്പോഴേക്കും മൊത്തത്തിൽ ഇതായി പോവില്ലേ. പക്ഷേ ഇങ്ങനെ ഇച്ചിരി സാധനം ബാഗിൽ ക്യാരി ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ടും ഒന്ന് റീടച്ച് ചെയ്യാം. അപ്പോൾ മൊത്തത്തിലൊരു ഒന്നുകൂടി നമ്മൾ മേക്കപ്പ് ചെയ്തപ്പോൾ ഉള്ള പോലെ തന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടും. നിങ്ങൾ അവിടെ ചെന്നിട്ട് കാറിലിരുന്നിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ വാഷ്റൂമിലോ അവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. ക്ലോസ് ആയിട്ട് കണ്ടാൽ കണ്ണ് നല്ല വിടർന്നിരിക്കണ പോലത്തെ ഫീൽ വന്നില്ല. എന്നാൽ ഭയങ്കര ഒരു ഐ ലുക്കായിട്ടല്ല, പക്ഷേ കണ്ണ് കാണാനായിട്ടൊരു ഭംഗിയാവും. പിന്നെ ഞാൻ ബ്ലഷിന് വേണ്ടി ഈ ഒരു പോപ്പ് സ്റ്റിക്കുകളാട്ടോ. ഇതിപ്പോൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു നാച്ചുറൽ വിത്തിൻ ബ്ലഷ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. ഇതെനിക്ക് തോന്നുന്നു നല്ല ഹെവി മേക്കപ്പ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ നോ ഫൗണ്ടേഷൻ ലുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ബെയർ സ്കിന്നിലൊക്കെ ഇടുമ്പോഴാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ അടിയിലിടുന്ന ഫൗണ്ടേഷൻ ഇച്ചിരി മൂവ് ആവണ പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു നാച്ചുറൽ വിത്തിൻ ഗ്ലോ പോലെ അങ്ങനെ ഫീൽ ചെയ്യായിരുന്നു കേട്ടോ ഇത് ഇട്ടപ്പോൾ. പിന്നെ മൂക്കിലും കൂടി ഇടുവാണെങ്കിൽ മൊത്തത്തിലൊന്ന് എന്താ പറയുക, മൊത്തത്തിൽ നമ്മളിങ്ങനെ ഒന്ന് ശരിക്കും നമ്മൾ ബ്ലഷ് ചെയ്യണ പോലെ ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾ ഇടുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് നാച്ചുറലി എവിടെയാണോ ബ്ലഷ് വരാൻ സാധ്യതയുള്ള ആ ഭാഗങ്ങളിലിടുക. എനിക്കെപ്പോഴും എൻ്റെ ആ ഇട്ടിരിക്കുന്ന ഭാഗങ്ങളിലാണ് ഞാനിങ്ങനെ ചുമക്കാറുള്ളത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു കോറൽ കൈൻഡ് ഓഫ് ഈ ഒരു ഷെയ്ഡാട്ടോ സെലക്ട് ചെയ്തത്. സാരിയും കൂടി ഉടുത്തിട്ട് ഇട്ടാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് സാരിയുടെ മാച്ചിങ് ആയിട്ടുള്ള കളർ ഇടാം. നിങ്ങൾ അങ്ങനെ ഇടുവാണെങ്കിൽ സാരി ഉടുത്തിട്ട് അതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ലിപ്പ് ലൈനർ ഈ ലിപ്പ് ലൈനർ ഇപ്പം എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ട് ഇതൊരു ലിപ് സ്റ്റെയിനാണ്. ഇത് ഇങ്ങനെ ശരിക്കും നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ലിപ്പ് ലൈനർ ഇടുവാണെങ്കിൽ ഭയങ്കര രസമാണ്. വെച്ചാൽ നമ്മുടെ ലിപ്സ് കാണാൻ ഭയങ്കര നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കണം അല്ലെങ്കിൽ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു ഇത് എന്താണ്ട് ഷെയ്ഡ് ഞാൻ ഇവിടെ കൊടുക്കാം, റോസ് വുഡോ, അത് നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സാരി. ഈ ഒരു വൈൻ കളറിലെ ചെക്ക് സാരിയും ഈ ഒരു ഒലീവ് ഗ്രീൻ ബ്ലൗസ്, ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ ഏത് മാല ഇടണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഇത് നമ്മുടെ ഓൺ സ്റ്റോർ എന്നുള്ള മാല കുറേ പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഞാൻ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേ. എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ലോഞ്ച് ഓഫർ പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത്. ഈ സാരി നമ്മുടെ സ്റ്റോറിൽ നിന്നുള്ള സാരിയാണ് കേട്ടോ. ഇതിപ്പോൾ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എനിക്ക് തോന്നണത് തീർന്നെന്ന് തോന്നുന്നു, പക്ഷെ നല്ല രസമുള്ള കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ അങ്ങനെ മാല ഇടാറില്ലാത്തതുകൊണ്ട് എനിക്ക് മാല ഇട്ട് എന്നെ കണ്ടിട്ട് എന്തോ ഒരു കുടുക്കിട്ടണ പോലത്തെ ഒരു ഫീൽ. ഞാൻ എപ്പോഴും വലിയ ഒരു കമ്മൽ മാത്രമാണ് ഇടാറുള്ളത്. ഇപ്പോൾ പിന്നെ എല്ലാവരും ലെയർ ചെയ്തിടാറില്ലേ, അതുകൊണ്ട് ഞാൻ ലെയർ ചെയ്യാനൊന്ന് ട്രൈ ചെയ്തതാ. പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ എനിക്കങ്ങനെ ഒന്നും ഇടാത്തതാ ഭംഗിയും തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാണ്ട് അത് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്ക്. പിന്നെ ഒരു പൊട്ടുകൂടി കുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചന്ദ്രക്കല പോലത്തെ ഇങ്ങനത്തെ ഒരു പൊട്ടുകൂടി കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മുടി എനിക്ക് തോന്നണം എനിക്ക് എന്നെ കാണാൻ ഇഷ്ടം മുടി അഴിച്ചിട്ട് കാണാനായിട്ട്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചല്ല എപ്പോഴും മുടി അഴിച്ചിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് മുടി ബൺ കെട്ടണ പോലെ ചെയ്യാം. പിന്നെ മുല്ലപ്പൂ കല്യാണം അപ്പോൾ മുല്ലപ്പൂ വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ലോ ബൺ കെട്ടി. അപ്പോൾ എനിക്ക് മുടി ഇങ്ങനെ മേളിൽ ഇങ്ങനെ പൊന്തിയിരിക്കണം. ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഭംഗിയായിട്ട് ഇരുന്നേനെ. പക്ഷേ ഞാൻ അങ്ങനെ ബാക്ക് കോംബ് ചെയ്യാതിരുന്നതുകൊണ്ട് ഞാൻ വെച്ചാൽ പിന്നെ മൊത്തത്തിൽ മാറ്റിയിട്ട് ഇങ്ങനെ സ്ലീക്ക് ബൺ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മുടി ഇങ്ങനെ കോംബ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി മുടി ഇങ്ങനെ എന്താണ് ടെക്സ്ചർ സ്പ്രേ ഒക്കെ ചെയ്താൽ ഇത്രൂടെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ സ്ലീക്ക് ബൺ ചെയ്യാൻ ട്രൈ ചെയ്യാണ്. എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഇത്തവണ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മുടെ കോമ്പിൽ എന്താണ് ഈ ഫ്ലൈവേസ് ഒക്കെ ഇങ്ങനെ ഒതുക്കി വെക്കണ ആ ഒരു കോമ്പ് ഇങ്ങനെ ചെയ്തിട്ട് ചുറ്റിക്കെട്ടി. എനിക്കൊരു അമ്മമാരുടെ ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ഈ കുപ്പിവെളയും അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഈ ഷൂവിൻ്റെ പേരെന്താണ് മറന്നുപോയി. ഇത് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അവയെ കുറേ കുപ്പികൾ ഇത്തവണ നമുക്ക് ജെല്ലി ബാംഗിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത്തവണ അമ്മൂസിൻ്റെ സെലക്ഷനാണ്, ഫുൾ ജ്വല്ലറീസ്, ഇങ്ങനെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഫൈനലായിട്ട് ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഇടാണ്. ഇത് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഗ്ലാസ് സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. അടിപൊളിയായിട്ടുള്ള സാധനമായിട്ട് ഒരു ബാം പോലെയായത്. ഇതിനങ്ങനെ ഷിമേഴ്സ് ഒന്നുമില്ല. നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരു വെറ്റ് ലുക്ക് തരും. അല്ലാണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഗ്ലിറ്ററി പാർട്ടിക്കിൾസോ നമുക്കത് കാണാൻ പോലും പറ്റില്ല. പക്ഷേ ഇത് നിങ്ങൾ ഇടുമ്പോൾ കണ്ടോട്ടെ നമുക്ക് ഈ
എനിക്ക് തോന്നുന്നു ഈ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നത് എല്ലാ സെലിബ്രിറ്റികളും ഇടുന്നത്. ചിങ്ങൻ നമുക്കിങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു തിളങ്ങി നിൽക്കില്ലേ, അത് ഈ പ്രോഡക്റ്റാണ് ഇടണേന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇങ്ങനെ ശരിക്കും ഒരു തിളക്കം നമ്മുടെ സ്കിന്നിലോട്ട് കൊണ്ടുവരും, എന്നാൽ ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഇല്ലാത്ത ഒരു വെറ്റ് കൈൻഡ് ഓഫ് ഒരു ഗ്ലോയി ലുക്ക് വരും, എന്നാൽ വെറ്റല്ല, മനസ്സിലായി? അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പിന്നെ ഇങ്ങനെ നെഞ്ചിലും എല്ലാ ഭാഗത്തും എൻ്റെ കയ്യിലും എല്ലായിടത്തും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇച്ചിരി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്യാതെ തന്നെ നല്ല രസമുണ്ടോ. ഇതൊക്കെ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങളുടെ ഹൈ പോയിന്റ്സിൽ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് വേഗം ഒരു ഗ്ലോയി ഫ്രഷ് ഒരു വെഡിങ് ഗസ്റ്റ് അങ്ങനത്തെ ഒരു ലുക്കാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. പിന്നെ ഇത് കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ സൈഡിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ജ്വല്ലറിയുടെയും ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.